ഹായ് മക്കളെ, എ കെ ആണ്. എടാ, ഗ്രാവിറ്റേഷനിലെ പ്രോബ്ലംസ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. എക്സ്പെഷ്യലി നിങ്ങൾ പേജ് നമ്പർ 80-ലും 81-ലും കാണുന്നതാ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. ഇവിടെ കാണുന്ന കുറച്ച് പ്രോബ്ലംസ്. ഇവിടെ നമുക്ക് നല്ലൊരു കിടുക്കാച്ച് പ്രോബ്ലം ഉണ്ട്. ഇത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടത് പല കുട്ടികളും പറഞ്ഞു, പലർക്കും മെസ്സേജ് അയച്ചു. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ നോക്കിയ സമയത്തും കുറച്ച് കട്ടിയാണ്, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. ശരിക്കും പറഞ്ഞാൽ ഒരു സയൻറ്റിഫിക് കാൽക്കുലേറ്റർ വെച്ച് തന്നെ ചെയ്യാൻ പറ്റിയ സംഭവമാണ്. +1 ചെയ്യുന്ന പരിപാടിയാണ് മക്കളെങ്കിൽ കിട്ടിയത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. സോ നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കോ, ചോദ്യം ഒന്ന് വായിച്ചോ. ഇതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ പോയി 1000 കിലോഗ്രാം മാസുള്ള ഒരു വിമാനം ഭൂമിയിൽ നിന്ന് 10 കിലോമീറ്റർ ഉയരത്തിലായിരിക്കുന്ന സമയത്ത് വിമാനവും ഭൂമിയും തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം കണക്കാക്കാനാണ് ചോദ്യം. ഓക്കെ, സോ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങളിതാ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ 2 തവണ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് ഈ വീഡിയോ കറക്റ്റായിട്ട് മനസ്സിലായെങ്കിൽ മസ്റ്റായിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം ചെന്നിരിക്കുന്ന കാര്യം എന്താണ്? ഭൂമിയും വിമാനം തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ട് അല്ലേ, അത് എത്രയാണ്? അത് 10 കിലോമീറ്റർ ആണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ 10 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതിൻ്റെ ഉണ്ട്? അത് 10,000 മീറ്റർ ആണെന്നും അതിനർത്ഥം 10⁴ മീറ്റർ ആണെന്നും കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ശരിയല്ലേ? സോ ഇത് ഒന്നാമത്തെ കാര്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ഇക്വേഷൻ ഏതാണ്? നമ്മുടെ ഇക്വേഷൻ F = gm/d². നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓരോന്നിൻ്റെയും വിലകൾ വ്യക്തമായി തന്നിട്ടുണ്ട്. നമ്മുടെ ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എർത്ത് ആണ്. അപ്പോൾ M എന്ന് പറഞ്ഞാൽ 6 × 10⁻24 കിലോഗ്രാം നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ സ്മോൾ m നമ്മുടെ വിമാനത്തിൻ്റെ മാസ് 10,000 കിലോഗ്രാം ആണ്. ഈ 10,000 കിലോഗ്രാമിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10⁴ കിലോഗ്രാം എന്ന് എഴുതാം. ഇത് തന്നിട്ടുണ്ട്. അതേപോലെ ജീൻ്റെ വാല്യൂ എല്ലാവർക്കും അറിയാം. എത്ര ജീൻ്റെ വാല്യൂ? 6.67 × 10⁻11 ന്യൂട്ടൺ മീറ്റർ² കിലോഗ്രാം സ്ക്വയർ ആണ്. ഇതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഡീൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് ഇതാണ് ഡിസ്റ്റൻസ് എന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും ഇത് മാത്രമല്ല വരിക. 10⁴ പ്ലസ് റേഡിയസ് ഓഫ് എർത്ത് കൂടി വരും. ഏത്? ഇത് കൂടി വരും. എത്ര റേഡിയസ് ഓഫ് എർത്ത്? അതും നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? അത് 6.4 × 10⁻6 ആണ്. ഇത്രയും മീറ്റർ ആണ്. ഇതാണ് ബേസിക് ആയ കാര്യങ്ങൾ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് നേരെ വാല്യൂ കൊടുത്ത് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് തുടങ്ങി നോക്കിയാലോ. സോ എൻ്റെ കൂടെ ചെയ്തു തുടങ്ങിക്കോളി. കറക്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. സോ തുടങ്ങാം അല്ലേ. ഓക്കെ, ഇതാണ് നമ്മൾ ഇക്വേഷൻ എടുക്കുന്നത്. ഞാൻ ഇവിടെ എഴുതുകയാണ്, എൻ്റെ കൂടെ ഒന്ന് എഴുതിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. മക്കളെ കുറച്ച് മനസ്സിലാക്കാണ് അവിടെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ എന്താണ്? F = gm/d². എല്ലാവരും എഴുതിയോ? ആദ്യം തന്നെ ഞാൻ ജിയുടെ വില കൊടുക്കുകയാണ്. എത്ര ജിൻ്റെ വില? നമുക്കറിയാവുന്ന കാര്യമാണ്. 6.67 × 10⁻11 ആണ് ജിൻ്റെ വില. ഇനി ആരെ വില കൊടുക്കേണ്ടത്? മാസ് ഓഫ് എർത്ത്. അതെത്രയാണ്? മാസ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ 6 × 10⁻24 ആണ് അല്ലേ. 6 × 10⁻24 ആണ്. ഇനി ഏതാ വരുന്നത്? ഇനി വരുന്നത് മാസ് ഓഫ് ദ പ്ലെയിൻ. അതെത്രയാ? 10 കിലോഗ്രാം ആയതുകൊണ്ട് നമുക്ക് 10,000 കിലോഗ്രാം ആണ്. അപ്പോൾ 10⁻4 എന്ന് കിട്ടും. 10⁻4 ഇത്രയും കിട്ടി. ഹോൾ ഡിവൈഡഡ് ബൈ d². ഞാൻ പറഞ്ഞു ടോട്ടൽ വരും അല്ലേ. എത്രയാണ്? നമ്മൾ പഠിച്ചു റേഡിയസ് ഓഫ് എർത്ത് 6.4 × 10⁻6 ആണ് അല്ലേ. പ്ലസ് എന്തുകൂടി വരും? 10⁻4 ഇതുകൂടി വരില്ലേ. 10⁻4 ദ ഹോൾ സ്ക്വയർ ഇത്രയും വരും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം കണ്ടോ നിങ്ങൾ? 6.67 6നെ ഞാൻ അങ്ങോട്ട് ഗുണിക്കുകയാണ്. അങ്ങനെ ഗുണിച്ചാൽ എനിക്ക് എന്താ കിട്ടുക? ഞാൻ ഇവിടത്തേക്ക് ചെയ്യാം. അല്ല വേണ്ട, ഇവിടെ തന്നെ ചെയ്യാം. എനിക്ക് 40.02 എന്ന് കിട്ടും. ഗുണിച്ചാൽ മതി. 40.02 × 10⁻11 × 10⁻24
ഇൻറ്റു 10⁻⁴ എന്നാണ് കിട്ടുക. ഹോൾ ഡിവൈഡഡ് ബൈ 6.4 ഇൻറ്റു 10⁻⁶ പ്ലസ് 10⁻⁴ ദ ഹോൾ സ്ക്വയർ അല്ലേ. ഞാൻ നോക്കുന്ന സമയത്ത് a+b² ഫോർമാറ്റ് ആണ്, ശരിയല്ലേ? എനിക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നാമത്തെ രീതി പറഞ്ഞാൽ 6.4 × 10⁻⁶ നേരെ എങ്ങനെ കൂട്ടി നേരെ അങ്ങോട്ട് 10⁻⁶ ഇല്ലേ, അതായത് 10ഉം അല്ല 1ഉം 6 0 അല്ലേ വരിക, അങ്ങനെ എടുത്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ പോയാൽ നമുക്ക് കറക്റ്റായിട്ട് വാല്യൂ കിട്ടും കേട്ടോ. പക്ഷെ അങ്ങനെ പോയാലേ കുറച്ചധികം കോംപ്ലിക്കേഷനിൽ പോകും. ഞാൻ സിമ്പിൾ മെത്തേഡ് കാണിച്ചു തരാം, ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവേ. നോക്കിയോ, ഇവിടെ 6.4 × 10⁻⁶ അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് 10⁻⁶ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 10⁻⁴ ഇൻറ്റു 10⁻² എന്ന് എഴുതാം. ഓക്കെ ആണേ, അങ്ങനെ മാറ്റി എഴുതാൻ പോവാണേ. അപ്പോൾ ഇങ്ങനെ വരും 6.4 ഇൻറ്റു 10⁻⁴ ഇൻറ്റു 10⁻². ഇത്രയും കാര്യം പ്ലസ് ബാക്കി ആരാളുള്ളത്, 10⁻⁴ ഇവിടെ ഉണ്ട്, 10⁻⁴ ബാക്കി എന്തുണ്ട്, ഹോൾ സ്ക്വയറും ഉണ്ട്. ഇത്രയും ഓക്കെ ആണേ. ഓക്കെ, ഇനി മോളത്തെ കാര്യം നമ്മൾ പറയാൻ പോവാണ്. 40.02 ഇൻറ്റു 10⁻⁻11 ദാ ഇത് രണ്ടും കൂടി 10⁻24 ഇൻറ്റു 10⁻⁴ എങ്ങനെ കിട്ടുക, 10⁻24 ഇൻറ്റു 10⁻⁴ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 4 + 2 6 അത് പറഞ്ഞ പോണേ 10⁻28 എന്ന് കിട്ടും. കൂട്ടിയിടാണ് ചെയ്യുക. അപ്പോൾ 10⁻−11 ഇൻറ്റു 10⁻28 എന്ന് കിട്ടും. ഇനി നമ്മൾ താഴത്തെ ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കണേ, ഇവിടെ രണ്ട് വാല്യൂസ് ഉണ്ട്. ഇതൊരു വാല്യൂ, ഇതൊരു മറ്റൊരു വാല്യൂ. ഇവിടെ 10⁻⁴ ഉണ്ട്, ഇവിടെയും 10⁻⁴ ഉണ്ട്. ഞാൻ 10⁻⁴ എന്ത് ചെയ്യാൻ പോവാണ്, കോമൺ ആക്കാൻ പോവാണ്. ഓക്കെ ആണേ. അപ്പം ഞാൻ ഇവനെ അങ്ങോട്ട് കോമൺ ആക്കിയാൽ അവനെനിക്ക് പുറത്തെടുക്കാം. പുറത്തെടുത്തേക്ക് എന്താ കിട്ടുക, എനിക്ക് കിട്ടും 10⁻⁴ ഞാൻ പുറത്തെടുത്തു ഇൻറ്റു ബാക്കി ആരൊക്കെ ഉണ്ട്, അപ്പോൾ ഇവ രണ്ടും പോയിട്ടോ, ഇവനും പോയേ, വെട്ടിയതല്ല പുറത്തെടുത്താണേ. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, 6.4 ഇൻറ്റു 10² അല്ലേ, പ്ലസ് ഇവരങ്ങോട്ട് പോയത് ഇവിടെ 1 ബാക്കി ഉണ്ടാവും അല്ലേ, 1, ശരിയല്ലേ. ഇനി ടോട്ടൽ ഹോൾ സ്ക്വയർ, മൊത്തം ബാധകല്ലേ സ്ക്വയർ, ഇത്രയും കിട്ടിയല്ലോ. ക്ലിയർ ആണേ. ഇനി നമ്മൾ ചെയ്യാൻ പോവാണ് എന്ത്, ശ്രദ്ധിച്ചോ, 40.02 10⁻−11 ഇൻറ്റു നേരത്തെ പറഞ്ഞ സെയിം സാധനം 10⁻−11 ഇൻറ്റു 10⁻28 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക, 10⁻−11 പ്ലസ് 28 ആണ് കിട്ടുക. അപ്പോൾ എനിക്ക് 10⁻17 കിട്ടും. അപ്പോൾ മുകളിൽ എന്താ കിട്ടുക, 40.02 ഇൻറ്റു 10⁻17 എന്ന് മുകളിൽ കിട്ടും. താഴെ എന്തൊക്കെ ഉണ്ടാവുക, താഴെ ഉണ്ടാവുക 10⁻⁴. ഇങ്ങനെ ചെയ്താലോ, 6.4 ഇൻറ്റു 10² എന്ന് പറഞ്ഞാൽ എന്താ, 6.4 ഇൻറ്റു 10² എന്ന് പറഞ്ഞാൽ അത് 640 അല്ലേ, 640 വരിക ആണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, എനിക്ക് താഴെ കിട്ടും 10⁻⁴ ഇൻറ്റു 640 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ഇത്രയും കിട്ടുമല്ലോ, സെറ്റല്ലേ ആണ്. ഇനി ദാ അടുത്ത പേരിലേക്ക് ഞാൻ പോവാണ്, ഇവിടെ സ്പേസ് ഇല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാം, 10⁻⁴ ഇൻറ്റു 641 എന്ന് കിട്ടും, 640 പ്ലസ് 1. ഓക്കെ അല്ലേ, ഞാൻ നേരെ എഴുതാൻ പോവാണേ, കണ്ടോ. അപ്പം എനിക്ക് കിട്ടും F = 40.02 ഇൻറ്റു 10⁻17 ഡിവൈഡഡ് ബൈ 10⁻⁴ ഇൻറ്റു 641 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇത്രയും ഓക്കെ അല്ലേ, ഇത്രയും ഓക്കെ അല്ലേ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് 40.02 ഇൻറ്റു 10⁻17 ഡിവൈഡഡ് ബൈ ഈ സ്ക്വയർ രണ്ട് പേർക്കും ബാധകമാണ്. 10⁻⁴ ദ ഹോൾ സ്ക്വയർ 641 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആണ്, അതുകൊണ്ട് രണ്ടുപേർക്ക് ബാധകമായതുകൊണ്ട് 10⁻⁴ ദ ഹോൾ സ്ക്വയർ 10⁻8 ആണ്, 10⁻8 വരും ഇൻറ്റു 641 സ്ക്വയർ. 641 സ്ക്വയർ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ച് ചെയ്താൽ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, 40.02 ഇൻറ്റു 10⁻17 ഡിവൈഡഡ് ബൈ
താഴെ 10⁸ അല്ലേ, എനിക്ക് എന്ത് ചെയ്യാം, നേരെ മുകളിലേക്ക് കൊണ്ടുവരാം. ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ 10⁸ മുകളിൽ പോയി 10⁻8 ആയിട്ട് മാറും. അപ്പോൾ എനിക്കിവിടെ ഏതാ ഒരു 10⁻8. 641 സ്ക്വയറാണ് താഴെ ഇനി ബാക്കിയുള്ളത്. അത് എത്രയാണെന്ന് അറിയാവോ? ചെയ്ത് നോക്കിയാൽ കിട്ടും. അത് എനിക്ക് കിട്ടുന്നത് 410,881 കിട്ടുക. സെറ്റാണല്ലോ. ഓക്കെ. അപ്പോൾ എനിക്ക് 40.02 10⁻8 -8 പറഞ്ഞാൽ 17 പ്ലസ് -8 എനിക്ക് 10⁻9 കിട്ടും. അപ്പോൾ 40.02 ഇൻറ്റു 10⁻9 ഡിവൈഡഡ് ബൈ 410,881 എന്നാണ് കിട്ടിയത്. ഓക്കെ. അപ്പോൾ ഈ 10⁻9 ഞാൻ ഇതിലുമായി ബന്ധപ്പെട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര സ്ഥാനം മാറും? 2 സ്ഥാനം മാറ്റി കുത്തിട്ട് 10⁻7 ആവും. അങ്ങനെ തന്നെ പോവാം. എനിക്ക് ഞാൻ ഇങ്ങനെ എഴുതുന്നു, 40.02 ഇൻറ്റു 10⁻7 ഡിവൈഡഡ് ബൈ 41,0,881 എന്നാവും. 10⁻7 എക്സ്പാൻഡ് ചെയ്താൽ അത്രയും 0 ഇട്ട് കഴിഞ്ഞാൽ 4002, ബാക്കി 7 0, 1 2 3 4 5 6 7 ഹോൾ ഡിവൈഡഡ് ബൈ 41,0,881 നിങ്ങൾ ചെയ്തു. ഇത് ചെയ്യലാണ്, വേറെ വഴിയില്ല. കാൽക്കുലേറ്റർ നിർബന്ധമാണ്. എനിക്ക് കിട്ടുക 9,7. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ആൻസർ കാണാം. 9,7,4,0,0 ന്യൂട്ടൺ കിട്ടും. കണ്ടോ കുറച്ച് കട്ടിയാണ്. എന്താ കട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ട്രിക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് അങ്ങനെ പോയിരിക്കുകയാണ്. അങ്ങനെ പോയാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അതേപോലെ അവസാനത്തെ ഈ സ്റ്റെപ്പൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ ഒരിക്കലും പറ്റൂല. കാൽക്കുലേറ്റർ നിർബന്ധമാണ്. അതുകൊണ്ട് ഞാനിത് പറയുകയാണ്. ഇതെന്താണ് നിങ്ങൾക്ക് വന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. മാറിയ ടെക്സ്റ്റ് ബുക്കാണ്, മാറിയ ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലമാണിത്. എന്താ ചെയ്യുന്നത് അറിഞ്ഞുകൂടാ. പക്ഷേ കുറച്ച് കട്ടിയാണിത്. ഇത് പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? ഇതേപോലെ ഇനിയും പ്രോബ്ലം ഉണ്ട്. അടുത്ത പോർഷനിൽ ഇവിടെ കിടക്കുന്നുണ്ട്. ഈ സാധനം, ഈ 3 സാധനം, പേജ് നമ്പർ 81. നിങ്ങൾക്കത് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ പറഞ്ഞാൽ മതി, നമുക്ക് സൊല്യൂഷൻ എടുത്തിടാം. ഓക്കെ ആണല്ലോ? സീനിയർ സെഷൻ. ബൈ.